നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 373 ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 373 ചതുർത്ഥ സ്കന്ധത്തിലെ 12-ാം അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകമാണ് ചെല്ലുന്നത്. തം ഏവം ശീലസമ്പന്നം ബ്രഹ്മണ്യം ദീനവത്സലം ഗോപ്താരം ധർമ്മസേതൂനാം മേനിരേ പിതരം പ്രജാ. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, ഇപ്രകാരം സൽസ്വഭാവത്തോടു കൂടിയവനും ബ്രാഹ്മണ ഭക്തനും, ബ്രാഹ്മണ്യമുള്ളവരിൽ ഭക്തൻ നടത്താമെന്ന് അതിന് പറയാം കേട്ടോ. ദുഃഖിതന്മാരിൽ കാരുണ്യമുള്ളവനും ധർമ്മമര്യാദകളുടെ രക്ഷിതാവുമായ അവനെ ജനങ്ങൾ പിതാവായിട്ട് വിചാരിച്ചു. അതായത് ധർമ്മത്തിൽ നടക്കുന്നവരൊക്കെ നമ്മളെ ശിക്ഷിക്കാനും രക്ഷിക്കാനും അധികാരമുള്ളവരാണ്. അച്ഛന് സമാനർത്ഥം. അപ്പോൾ പിതൃദേവോ ഭവ എന്നുള്ളതിൻ്റെ മാസ്മരികത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതിൻ്റെ ഭാവാർത്ഥം വരുമ്പോൾ, ഇപ്രകാരം ഭഗവത് ഭക്തിയും ബ്രാഹ്മണ ഭക്തിയും ദീനരിൽ കാരുണ്യവും വർണ്ണാശ്രമാദി മര്യാദകളെ തെറ്റാതെ രക്ഷിപ്പാനുള്ള ശക്തിയും തികഞ്ഞിരിക്കുന്ന മഹാരാജാവായ ധ്രുവനെ പ്രജകൾ അവരുടെ പിതാവെന്ന് തന്നെ വിചാരിച്ചു വന്നു. അടുത്ത ശ്ലോകം നോക്കൂ. ഷട്ത്രിംശദ്വർഷസാഹസ്രം ശശാസാക്ഷിതി മണ്ഡലം ഭോഗേ പുണ്യക്ഷയം കുറുവൻ ന ഭോഗേ അശുഭക്ഷയം. അശുഭക്ഷയം, അശുഭങ്ങൾ ഉണ്ടായില്ല, അശുഭങ്ങളെ ക്ഷയിപ്പിച്ചു. എന്നാലോ പുണ്യം ക്ഷയിച്ചോ? ഇല്ല, പുണ്യം നശിച്ചിട്ടുമില്ല. അപ്പോൾ നോക്കിക്കോളൂ. ഭോഗങ്ങളാൽ പുണ്യത്തിൻ്റെ ക്ഷയത്തെയും ഉപവാസങ്ങളാൽ പാപത്തിൻ്റെ ക്ഷയത്തെയും ചെയ്യുന്നവനായിട്ട്, അതാണ് ചെയ്യുന്നവനായിട്ട് 36,000 വർഷം ഭൂമണ്ഡലത്തെ രക്ഷിച്ചു എന്നാ. അപ്പം രക്ഷിതാക്കൾക്ക് രക്ഷിതാവാവണമെങ്കിൽ എങ്ങനെ വേണം? പാപങ്ങൾ ക്ഷയിച്ചിട്ടുണ്ടാവണം, പിന്നെയോ പുണ്യങ്ങൾ കൂടിയിട്ടുണ്ടാവണം. അപ്പോഴേ രക്ഷിതാവുള്ളൂ. അനുശാസനം എന്ന് പറഞ്ഞാൽ ശിക്ഷിച്ച് പഠിപ്പിക്കുക, അങ്ങനെ പറയാം. അപ്പോൾ അനുശാസനം ഉണ്ടായാലും ഗുണം എന്താണ്? പാപങ്ങൾ ക്ഷയിച്ചിട്ടുണ്ടാവും, പുണ്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടാവും. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്, ശബ്ദസ്പർശ രസാദിഭോഗങ്ങളെ, ശബ്ദ സ്പർശ രൂപ രസാദി ഭേദങ്ങളെ ധർമ്മത്തിന് വിരോധം വരാത്ത വിധത്തിൽ അനുഭവിച്ചതുകൊണ്ട് പുണ്യകർമ്മത്തെയും വ്രത ഉപവാസ ആദികൾ കൊണ്ട് പാപകർമ്മത്തെയും ക്ഷയിപ്പിച്ചുകൊണ്ട് ധ്രുവൻ 36,000 വർഷം ഭൂമണ്ഡലത്തെ രക്ഷിച്ചു എന്നാണ്. സത്കർമ്മ നിരതന്മാരാവുക, ദുഷ്കർമ്മങ്ങളിൽ ഏർപ്പെടാതെ കണ്ടിരിക്കുക, രക്ഷപ്പെട്ടു. 14-ാമത്തെ ശ്ലോകം. ഏവം ബഹുസവം കാലം മഹാത്മാ വിചലേന്ദ്രിയ, ഇന്ദ്രിയങ്ങൾ വിചലിക്കില്ല, കൺട്രോളിലാണ്. ത്രിവർഗൗപൈകം നീത്വാ പുത്രായാദാ നൃപാസനം. എന്താണ് പറയാ? മഹത്തായ മനസ്സോടും അടക്കിയ ഇന്ദ്രിയങ്ങളോടും കൂടിയ അവൻ ബഹുവത്സരക്കാലം 36,000 വർഷം എന്നൊക്കെ പറഞ്ഞാൽ
ധർമാർത്ഥ കാമങ്ങളെ സാധിക്കുന്നതിനായിട്ട് അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ? മോക്ഷം എന്ന് പറഞ്ഞില്ല. അതാണ് ധർമാർത്ഥ കാമങ്ങളെ സാധിക്കുന്നതായിട്ട് ഇപ്രകാരം കഴിച്ചിട്ട് പുത്രനായിക്കൊണ്ട് രാജസ്ഥാനത്തെ ദാനം ചെയ്തു. ധ്രുവൻ 36,000 വർഷം രാജാവായിരുന്നിട്ട് ആ രാജാവിൻ്റെ പോസ്റ്റ് എന്ത് ചെയ്തു? മകന് കൊടുത്തു. എന്നിട്ടൊരു പദം കിട്ടിയിട്ടുണ്ടല്ലോ, അവിടെ ഇരുന്ന് മാവൻ ജില്ലാണ് പിന്നെ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, ഉദാര മനസ്സും അടക്കിയ ഇന്ദ്രിയങ്ങളുമുള്ള ധ്രുവൻ ധർമാർത്ഥ കാമങ്ങളെന്ന് 3 പുരുഷാർത്ഥങ്ങളെ സാധിച്ചതുകൊണ്ട് ബഹുസംവത്സരം കാലം കഴിച്ചപ്പോൾ മഹാന്മാരുടെ ഉപദേശത്തിൻ്റെയും, അതാണ് മഹാന്മാരുടെ ഉപദേശം കേൾക്കാൻ സാധിക്കണം, ഭഗവത് ഭക്തിയുടെയും ഫലമായിട്ട് വിഷയങ്ങളിൽ വിരക്തി വന്ന് ധർമാസനത്തെ പുത്രനായ വത്സരന് നൽകി. വത്സരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര്. 15-ാമത്തെ ശ്ലോകം. മന്യമാന ഇതം വിഷം മായാരചിതമാത്മനി അവിദ്യാരചിത സ്വപ്ന ഗന്ധർവ നഗരോപമം. ആത്മാവിൽ മായയാൽ ഉണ്ടാക്കപ്പെട്ട ഈ ലോകം എന്ന് പറഞ്ഞാൽ സ്ഥായിയായിട്ടുള്ളതല്ല. സദാസമയം മാറ്റത്തിന് പാത്രീഭൂതനാവുണ്ടാരെ ഈ ലോകം. അതും ഭഗവാന്റെ മായയാണേനും അതിൽ ആകൃഷ്ടരാവണവർ ഇവിടുന്ന് ഈ ഭാരതത്തിൽ നിന്ന് സ്വിറ്റ്സർലാൻഡ് പോകണം, യൂറോപ്യൻ കൺട്രീസ് കാണണം എന്ന് പറഞ്ഞത് മായയാണ്. ഞാനതിന് കുടുങ്ങിയിട്ടില്ല, കുടുങ്ങില്ല. കുട്ടികൾ ഡെൻമാർക്കിലേക്ക് വിളിക്കാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഷാർജയിലേക്ക് വിളിക്കാഞ്ഞിട്ടല്ല. ഞാൻ പാസ്പോർട്ട് എടുക്കാൻ സമ്മതിച്ചില്ല തന്നെ. കാരണം എന്താ? ദൃശ്യത്തിൽ ഭ്രമിക്കരുത്, ദൃക്കിനെ അനുസന്ധാനം ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കി. അതിലൊരുപാട് കാര്യങ്ങളുണ്ട് ഇനി മനസ്സിലാക്കിയത്. മറ്റുള്ളവർ, അതായത് കുട്ടികളാണെങ്കിലും അവരുടെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു ഭാഗം എയർഫെയറായിട്ടോ താമസ സൗകര്യത്തിനോ വേണ്ടി ചിലവാക്കേണ്ട ആവശ്യമില്ല. നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള സ്ഥലത്ത് അവർ വരിക, അവർക്ക് ഒരു ചേഞ്ച് എന്നുള്ള നിലയ്ക്ക്. ഇതൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ മായയാൽ ഉണ്ടാക്കപ്പെട്ട ഈ ലോകം അവിദ്യയാൽ ഉണ്ടാക്കപ്പെട്ട സ്വപ്നത്തിൽ കാണുന്ന ഗന്ധർവ നഗര തുല്യമായിട്ട് വിചാരിക്കുന്നവനായിരിക്കണം. ഗന്ധർവന്മാർ അതാണ് പറഞ്ഞത്. അവിദ്യാരചിത സ്വപ്ന ഗന്ധർവ നഗരം എന്നാണ്. അത് സാധാരണക്കാരനും മനസ്സിലാവില്ല. അതിനൊരു ഉദാഹരണം പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഒരു NSS കരയോഗം, അതിലൊരു പ്രാസംഗികനെ വിളിച്ചു. പക്ഷേ അദ്ദേഹം നിസ്വാർത്ഥനായിട്ട് ഹൈന്ദവ ജനതകൾ ആചരിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റി പറഞ്ഞു. ഉടനെ ശ്രോതാക്കൾ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പ്രഭാഷണം നിർത്താൻ പറഞ്ഞു. ആരാ സംഘടന? NSS. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ NSSന് കൂടി സനാതനധർമ്മത്തിലത്തെ കാര്യങ്ങൾ വേണ്ടാന്നായി കഴിഞ്ഞാൽ നായന്മാരുടെ സ്ഥിതി എന്താവും ആലോചിച്ച് നോക്കൂ. അപ്പോൾ പറയുന്നു, ഈശ്വരമായയാൽ ആത്മാവാകുന്ന അധിഷ്ഠാനത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കാണപ്പെടുന്ന സർവവും അജ്ഞാനത്താൽ നിർമ്മിക്കപ്പെട്ട സ്വപ്നനഗരമെന്ന പോലെ മിഥ്യാവിലസിതം തന്നെ എന്നുള്ള ഉറപ്പുണ്ടായതിനാൽ, ഉറപ്പ് വേണം, രാജ്യത്തിൽ നിന്ന് വിരക്തനായിട്ട് രാജ്യം പുത്രന് നൽകി എന്നാണ് പറഞ്ഞത്. ഇനി 16, 17, 18 വെവ്വേറെ ശ്ലോകങ്ങളാണ്. പക്ഷേ എനിക്ക് ഇവിടുന്ന് എൻ്റെ ഇടതും വലതുമുള്ള പേജിൽ 4 പേര് ശ്ലോക മാത്രമല്ല, വളരെ വിശാലമായിട്ട് തിങ്കിങ് ചെയ്യേണ്ടത് കാര്യമാണ്. ആത്മസ്ത്രവത്യ സുഹൃദോ ബലമൃദ്ധഘോഷം അന്തഃപുരം പരിവിഹാരഭുവശ്ചരമ്യ ഭൂമണ്ഡലം ജലതി മേഖലമാകലയ്യ കാലോപസൃഷ്ടമിതി സപ്രയോ വിശാലം.
ഇതാണ് ശ്ലോകം. ദേഹം, ഭാര്യ, സന്താനം. ദേഹം, ഭാര്യ, സന്താനം അല്ലെങ്കിൽ ഭർത്താവ്, സന്താനം, സുഹൃത്തുക്കൾ, സൈന്യം, വർദ്ധിച്ച ഭണ്ഡാരം, രാജ്ഞിമാർ പെരുമാറുന്ന സ്ഥലം, മനോഹരങ്ങളായ ക്രീഡാപ്രദേശങ്ങൾ, സമുദ്രമാകുന്ന അരഞ്ഞാണോടുകൂടിയ ഭൂവലയം എന്ന് പറഞ്ഞാൽ ഏകഛത്രാധിപതിയായിട്ട് ഭരിക്കുകയാണ്. കാലത്താൽ വ്യാപ്തം എന്ന് വിചാരിച്ചിട്ട് അവൻ ബദരികാശ്രമത്തെ പ്രയാണം ചെയ്തു. ബദരികാശ്രമത്തിലേക്കാണ് പോയത്. 36,000 വർഷം ഈ ലോകം ഭരിച്ചതിൻ്റെ ശേഷം. അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിച്ചോളൂ. രാജാധികാരം പുത്രങ്കൽ സമർപ്പിച്ച ശേഷം വിരക്തിയോടുകൂടെ ഈ കാണുന്നതൊക്കെ മായയാണെന്ന് മനസ്സിലാവുമ്പോഴാണ് വിരക്തി വരിക. അത് ആദ്യം മനസ്സിലാക്കണം. ഏത് വയസ്സിൽ? 6, 8, 10, 12 വയസ്സിൽ. എന്നെന്താ? ആർക്കും ഉപദ്രവമില്ലാണ്ട് ജീവിക്കാം, മറ്റുള്ളവർക്ക് ഉപകാരമായിട്ടും ജീവിക്കാം. രാജ്യത്തിൽ തന്നെ വസിക്കുന്ന പക്ഷം പിന്നെയും അതിൽ ആസക്തി വന്നുകൂടുന്നില്ല. ഇപ്പോൾ ഒരു സ്ഥലം കണ്ട വേറൊരു സ്ഥലം കാണണമെന്ന് തോന്നും. എനിക്കങ്ങനെയില്ല. ഞാൻ സംതൃപ്തിപ്പെടുന്നത് ഈ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ വ്യാസരാലും പിന്നെ എന്താ പറയുക, രാമായണ കർത്താവായ വാൽമീകി മഹർഷിയും പ്രതിപാദിച്ചിട്ടുള്ള ഈ ലോകത്തിൻ്റെ ഭംഗിയെ പറ്റി എനിക്കൊരു ധാരണയുണ്ട്. അപ്പോൾ ഓരോ ശ്ലോകങ്ങൾ ചെല്ലുമ്പോഴും അതുകൂടെ ഞാൻ യാത്ര ചെയ്യും. അപ്പം എൻ്റെ ഹൃദയം തളിര് ഇടുന്നുണ്ട്. പിന്നെ എന്തിനാ കാശ് ചിലവാക്കണത്? ആ കാശ് വേറെ വല്ല സത്കർമ്മങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ? അതുകൊണ്ടാണ് ഇപ്പോൾ കൊട്ടിയൂര് എന്താ കവറേജ്. ഞാനതൊക്കെ കാണും, സന്തോഷിക്കും, മതി. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞാൽ കാരണം, പിന്നെ അതിനാൽ ഇവിടെ തന്നെ ഇരിക്കുന്നത് അനർത്ഥമായി വരാമെന്ന് കരുതി പുറപ്പെട്ടു പോയെന്ന് കാണിക്കുന്നു. സ്വശരീരം, സ്വഭാര്യ, സ്വസന്താനം, സുഹൃജനം, സൈന്യം, അമിതമായ ഭണ്ഡാരം, അന്തഃപുരം, വിനോദസ്ഥലങ്ങളായ ഉദ്യാനങ്ങൾ, സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂമണ്ഡലം ഇവയെല്ലാം കാലത്താൽ സ്പർശിക്കപ്പെട്ടവയാകയാൽ നശിക്കുന്നവ തന്നെ എന്നുള്ള ബോധത്താൽ ഇതൊക്കെ നശിക്കും. ഇതൊന്നും ഒപ്പം ഉണ്ടാവില്ല, സ്ഥായിയായിട്ടുണ്ടാവില്ല. നശിക്കുന്നവ തന്നെ എന്നുള്ള ബോധത്താൽ അവയിൽ അഹന്ത മമത രൂപമായ ബന്ധത്തെ വെടിഞ്ഞ് പ്രാരബ്ധ ശേഷത്തെ കഴിച്ചു കൂട്ടുവാനായി ബദരികാശ്രമം പ്രാപിച്ചു എന്നാണ് പറഞ്ഞത്. 17ാമത്തെ ശ്ലോകം. തസ്യാം വിശുദ്ധകരണ ശിവവാർവിഗാഹ്യ ബന്ധ ആസനം ചിതമരുന്മനസാഹൃതാക്ഷ സ്ഥൂലേ ദധാര ഭഗവൽ പ്രതിരൂപ ഏതധ്യായം സ്തവ ദവ്യവഹിതോ വിസൃജൽ സമാധോ. എന്താ പറഞ്ഞത്? അതിലെ ശുദ്ധജലത്തിൽ സ്നാനം ചെയ്തിട്ട്, എവിടെ? ബദരികാശ്രമത്തിലെ ശുദ്ധജലത്തിൽ സ്നാനം ചെയ്തിട്ട് പരിശുദ്ധങ്ങളായ ഇന്ദ്രിയങ്ങളോട് കൂടിയവനായിട്ട് ആസനത്തെ ബന്ധിച്ച്, അതായത് സുഖാസനത്തിൽ എങ്ങനെ വേണമെങ്കിലും ഇരുന്നിട്ട് ജയിക്കപ്പെട്ട പ്രാണനോടും, അതായത് പ്രാണായാമം ചെയ്തിട്ട് പ്രാണനെ വശത്താക്കുക കൂടിയവനായിട്ട്, പിൻവലിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളോട് കൂടിയവനായിട്ട്. ഇന്ദ്രിയങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലാണ്. ബുദ്ധിയാകുന്ന തോട്ടി കൊണ്ട് അവിടെ അങ്ങനെ എന്താണെന്നാ പറയുക, അനങ്ങാൻ സമ്മതിക്കാണ്ട് നിർത്തിയെന്നാണ്. സ്ഥൂലമായിരിക്കുന്ന ഭഗവാന്റെ പ്രതിമയിൽ ധാരണ ചെയ്ത്, തുടക്കത്തിൽ അങ്ങനെ വേണം, ഇതിനെ ധ്യാനിക്കുന്നവനായിട്ട് അതിൻ്റെ മറവോട് കൂടാത്തവനായിട്ട് സമാധിയിൽ അതിനെ ഉപേക്ഷിച്ചു. സമാധി, ഭക്തനും ഭക്തിയും ഭഗവാനും ഒന്നായിട്ട് തീരുന്നൊരവസ്ഥയാണ് ഈ സമാധി. അപ്പോൾ ശരീരം ഉണ്ടെന്നുള്ളത് തോന്നില്ല, മനസ്സില്ല, മനസ്സ് ചിത്തത്തിൽ ലയിച്ചു കഴിഞ്ഞു. പറഞ്ഞില്ലേ, ബുദ്ധിയൊക്കെ അതിൽ ലയിച്ചു കഴിഞ്ഞു. താൻ ആരാ, എവിടെ, എന്താ ഒന്നും അറിയില്ല. പിന്നെ ഈ വരം വാങ്ങുന്ന സമയത്ത് മാത്രമേ ബോധം ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും ശരീരമൊക്കെ പുറ്റായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ശരീരമൊക്കെ വാർന്നിട്ടുണ്ടാവും. അതൊരവസ്ഥയാണ്.
ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. ബദരിയാശ്രമത്തിൽ അഷ്ടാംഗയോഗം ശീലിച്ച് കാലം നയിച്ചു എന്ന് കാണിക്കുന്നു. അവിടെയുള്ള അളകനന്ദ എന്ന നദിയിലെ ശുദ്ധജലത്തിൽ സ്നാനം ചെയ്തു. അപ്പം ഞാനെന്താ ചെയ്യുക? കാലത്ത് കുളി കഴിഞ്ഞാൽ ഒരു കപ്പ് വെള്ളം കയ്യിൽ വയ്ക്കും, ഇടത്ത കയ്യിൽ പിടിക്കും, വലത്തെ കയ്യിൽ അതിങ്ങനെ സ്പർശിക്കും. പിന്നെ ഗംഗ, യമുന, സിന്ധു, കാവേരി, സരസ്വതി, നർമ്മദ, ഗോദാവരി നദികളിലെ പുണ്യതീർത്ഥം ഇതായിത്തീരട്ടെ പറഞ്ഞിട്ട് ഒരു 3 പ്രാവശ്യം തലയിൽ തളിക്കുക. അപ്പോൾ ഈ പുണ്യനദിയിലൊക്കെ കുളിച്ച ഫലമായി. പിന്നെന്താ? പിന്നെ സൂര്യദേവനെ വിളിക്കുക, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, വെള്ളം കൊടുക്കുക. പിന്നൊരു വെള്ളം കൊടുക്കലുണ്ട്. അതെങ്ങനെ? ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ആധിവ്യാധികളോടുകൂടി അലഞ്ഞു തിരിയുന്ന ഭൂതപ്രേത പിശാചുക്കൾക്ക് ശാന്തിയും സമാധാനവും നിർവൃതിയും ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞിട്ട് ശുദ്ധോദകം സമർപ്പയാമി. അപ്പം എന്തായി? നിത്യശ്രാദ്ധം കഴിച്ച ഫലമായി. അതിന് സന്തോഷിക്കാൻ നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ട, നല്ലൊരു മനസ്സുണ്ടായാൽ മതി. അതുകൊണ്ടാണ് അളകനന്ദ എന്ന നദിയിലെ ശുദ്ധജലത്തിൽ സ്നാനം ചെയ്തു. ഇന്ദ്രിയങ്ങളെയും അന്ധകരണത്തെയും വിശുദ്ധങ്ങളാക്കി വെച്ച് ശമദമാദിയുക്തനായി ആസനബന്ധം ചെയ്ത് പ്രാണവായുവിനെ ജയിച്ചതുകൊണ്ട് തദ്വാര മനസ്സിനെയും സ്വാധീനമാക്കി. അതായത് മനസ്സ് അനങ്ങില്ല. അതന്നെ മനസ്സിൻ്റെ പിന്നാലെ നമ്മൾ നമ്മളെങ്ങോട്ടാ പോണെച്ചാൽ മനസ്സ് ഭഗവന്മയമായിട്ട് ഭഗവാന്റെ പാതാരബന്ധത്തിൽ വെച്ച് നമസ്കരിക്കുക. അപ്പോൾ ശ്രോത്രാദികളായ ഇന്ദ്രിയങ്ങളെ ശബ്ദാദി വിഷയങ്ങളിൽ പ്രവേശിക്കാതെ നിരോധിച്ചു. ലോകാകാരമായിരിക്കുന്ന ഭഗവാന്റെ, അതായത് വിരാട് സ്വരൂപൻ്റെ സ്ഥൂല രൂപത്തിൽ മനസ്സിനെ ഉറപ്പിച്ചു. അഭ്യാസബലത്താൽ ത്രിപുടിയുടെ നാശം സംഭവിച്ചതിനാൽ ധർമാർത്ഥകാമം നശിച്ചു. പിന്നെ സ്ഥൂലധ്യാനത്തെ വെടിഞ്ഞു, അതായത് സമാധിയായി. സമാധിസ്ഥിതനായിട്ട് ധ്യാനധ്യേയ പ്രതീതിയില്ലാതെ ആത്മാ മാത്രമായിരുന്നു. അതായത് ഭക്തനെന്നോ ഭക്തിയെന്നോ ഭഗവാനോ എന്നുള്ള മൂന്നുമില്ല അവിടെ. അതാണ് ധ്യാന ധ്യേയ പ്രതീതി ഇല്ലാതെ ആത്മ മാത്രമായി തീർന്നു, വിലയം പ്രാപിച്ചു എന്നർത്ഥം. 18ാമത്തെ ശ്ലോകം. ഭക്തിം ഹരോ ഭഗവതി പ്രവഹന്നജസ്രം ആനന്ദബാഷ്പകലയാ മുഹുരർധ്യമാനാം വിക്ലിദ്യമാന ഹൃദയപുളകാം ചിദാംഗോ ന ആത്മാനമസ്മരത സാവിധി മുക്തലിംഗ. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ദുഃഖങ്ങളെ ഹരിക്കുന്ന ഭഗവാനിൽ എപ്പോഴും ഭക്തിയെ വഹിക്കുന്നവനും ആനന്ദം നിമിത്തമുണ്ടാകുന്ന ബാഷ്പകലയാൽ വീണ്ടും വീണ്ടും ബാധിക്കപ്പെടുന്നവനും ദ്രവിക്കുന്നതായ ഹൃദയത്തോടു കൂടിയവനും രോമാഞ്ചം പൂണ്ട ശരീരത്തോടു കൂടിയവനും ലിംഗശരീരത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവനുമായിട്ട് ഇവൻ എന്ന് ആത്മാവിനെ സ്മരിച്ചില്ല. ഇവൻ തന്നെ ആത്മാവായിൽ കഴിഞ്ഞാൽ പിന്നെന്താ സ്മരിക്കാൻ വേറൊരാൾ വേണ്ടേ? അതില്ല. അതിൻ്റെ ഭാവാർത്ഥം ഇപ്രകാരമുള്ള സ്ഥൂലധാരണയുടെ ഫലമായിട്ട് ജീവൻ മുക്തനായി വന്നതിനെ വിവരിക്കുന്നു. സംസാര ക്ലേശങ്ങളെ വേരോടുകൂടെ ഹരിക്കുന്ന ഭഗവാനിൽ നിരന്തര ഭക്തി എന്ന ചിത്തവൃത്തിയെ വഹിച്ചുകൊണ്ടിരുന്നപ്പോൾ ആനന്ദസ്ഫുരണം നിമിത്തം ബാഷ്പധാരയും ഹൃദയത്തിൽ ആധൃതിയും ശരീരത്തിൽ രോമാഞ്ചവും അടിക്കടി ഉത്ഭവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അനുഭവപ്പെട്ട ആത്മാനന്ദത്തിൽ നിമഗ്നനായതിനാൽ ഞാൻ ധ്രുവൻ എന്നുള്ള ശരീരഭാവനയിൽ നിന്ന് മുക്തനായി അപരിച്ഛിന്നമായ ആത്മാനന്ദത്തിൽ പരിച്ഛിന്നമായിരിക്കുന്ന ജീവകല ലയത്തെ പ്രാപിച്ചപ്പോൾ രണ്ടെന്ന ഭാവം നശിച്ച് ആനന്ദമാത്രനായിരുന്നു. ഈ നിലയ്ക്ക് ജീവൻ മുക്തി എന്നു പേർ. അപ്പോൾ ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ളത് ഈ ശ്ലോകത്തിൽ
ആണ് പറഞ്ഞത്. അതായത് പിന്നെ 262 പേജിൽ എന്താണെന്നാ പറയുക 18ത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായോ? ഇനി 19ാമത്തെ ശ്ലോകം, അത് 2 വരിയാണ്. അത് കഴിഞ്ഞാൽ 20, 21, 22 4 വരിയാണ്. നോക്കാം. അപ്പം ഇവിടെ 19 എന്താ? സദദർശ വിമാനാഗ്രം നഭസോ അവതരൽ ധ്രുവ വിഭ്രാജയദശ ദിശോ രാഗാപതിമിവോദിതം. അപ്പോൾ ഉദിച്ചു വരുന്ന പൂർണ്ണചന്ദ്രനെ പോലെ 10 ദിക്കുകളെയും പ്രകാശിപ്പിക്കുന്ന ശ്രേഷ്ഠമായ വിമാനം ആകാശത്തിൽ നിന്നിറങ്ങി വരുന്നതിനെ ആ ധ്രുവൻ കൊണ്ടുപോവാണ്. എവിടേക്ക്? ധ്രുവസ്ഥാനത്തിലേക്ക്. അപ്രകാരം സമാധിസ്ഥനായിരിക്കുന്ന ധ്രുവൻ 10 ദിക്കുകളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഉദിച്ചുയരുന്ന പൂർണ്ണചന്ദ്രനെ പോലെ ആകാശത്തിൽ നിന്നിറങ്ങി വരുന്ന ഉത്കൃഷ്ടമായ വിമാനം കണ്ടു എന്ന് പറഞ്ഞു. ചാർട്ടേഡാണത്. എവിടുന്ന് അയച്ചിരുന്നത്? വിഷ്ണു പിന്നെ എന്താ പറയുക, അതായത് ഇദ്ദേഹത്തിന് ഇനി ആ എല്ലാ നവഗ്രഹങ്ങൾക്കും മേലെ സപ്തർഷികൾക്കും മേലെ എത്തിക്കണ്ടേ? വിഷ്ണുദ്വാരത്തിലേക്ക്, വൈകുണ്ഠദ്വാരത്തിലേക്ക്. അവിടെയാണ് സ്ഥാനം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിഷ്ണുവാണ് രഥം കൊടുത്തയച്ചിട്ടുള്ളത്, വിമാനം. 20ാമത്തെ തത്രാനുദേവ പ്രവരോ ചതുർഭുജോ. കപ്പിലത്തെ ക്യാപ്റ്റൻ, അത് ക്രൂ ഒക്കെ 4 കൈയുള്ള ആൾക്കാരാണ്. അതായത് വിഷ്ണുവർഷന്മാരാണ്. ചതുർഭുജോ ശ്യാമോ കിശോരാ വരുണാംബുജേക്ഷണോ സ്ഥിതാവഷ്ടഭ്യഗതാം സുവാസസോ കിരീടഹാരാംഗത ചാരുകുണ്ഡലാവോ. ചതുർഭുജങ്ങളിൽ പിന്നെ ഭഗവാനെ പോലെ തന്നെ പ്രത്യേകിച്ച് ഗതിയും താമരയും ഒക്കെ ഉണ്ടാവരുതല്ലേ? അത് വാക്കർത്ഥം പറയുമ്പോൾ സ്പഷ്ടാക്കാം. അനന്തരം അതിൽ 4 കൈകളുള്ളവരും ശ്യാമള നിറത്തോടുകൂടിയവരും കൈശോരാവസ്ഥയിലിരിക്കുന്നവരും ചന്താമരതളം പോലെ ഇരിക്കുന്ന കണ്ണുകളോടും ശോഭന വസ്ത്രം ധരിച്ചവരും പിന്നെ ഹാരം, അംഗദം, മനോഹര കുണ്ടലങ്ങൾ എന്നീ ആഭരണങ്ങളോടുകൂടിയവരും ഗദയെ ധരിച്ചുകൊണ്ട് ഇരിക്കുന്നവരുമായ ശ്രേഷ്ഠന്മാരായ പൈലറ്റിനെയും കോ പൈലറ്റിനെയും കണ്ടു എന്നാണ് പറഞ്ഞത്. അതായത് 2 ദേവന്മാരെയും കണ്ടു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്. വിഷ്ണു പാർഷദന്മാരായ സുനന്ദനന്ദന്മാർ ആ വിമാനത്തിൽ ഇരിക്കുന്നതിനെയും കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. വിമാന ദർശനാനന്തരം അതിലിരിക്കുന്ന ഉത്കൃഷ്ടന്മാരായ 2 ദേവന്മാരെ കണ്ടു. അവരുടെ ആകൃതി കൊണ്ട് വിഷ്ണു പാർഷദന്മാരായ സുനന്ദനന്ദന്മാരാണെന്നും പറഞ്ഞു. 4 കൈകളും ശ്യാമള നിറവും ശോഭന വസ്ത്രവും കിരീടം, ഹാരം, തോൾവള, മനോജ്ഞകുണ്ടലങ്ങൾ എന്നീ ആഭരണങ്ങളും ഗദയും ധരിച്ച് വിമാനത്തിലിരിക്കുന്ന ആ ദേവപ്രവരന്മാരുടെ നേത്രങ്ങൾ ചെന്താമരതളം പോലെ പ്രസന്നമധുരങ്ങളായിരുന്നു. പ്രായം കൊണ്ട് അവർ കിശോരന്മാരായിരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. 21ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. വിജ്ഞായതാവുത്തമകായ കിങ്കരാവഭ്യുദ്ധിത സ്വാധ്വസ വിസ്മൃത ക്രമാ നനാമനാമാനി ഗൃണൻ മധുദ്ദിഷാ പാർഷൽ പ്രധാനാവിധി സംഹതാഞ്ജലി. അവരെ വിഷ്ണുവിൻ്റെ പാർഷദന്മാരെന്ന് അറിഞ്ഞിട്ട് എതിരേറ്റ് ഗമിച്ചിട്ട് സംഭ്രമത്താൽ ക്രമത്തെ ഓർക്കാത്തവനായിട്ട്, ഈ സംഭ്രമം വരുമ്പോൾ അങ്ങനെയാണ്, ഓർഡർ അറിയില്ല. മധുവൈരിയുടെ, അതായത് ശ്രീഹരിയുടെ പ്രധാന പാർഷദ് പ്രധാന മധുവൈരിയുടെ പാർഷദ പ്രമുഖന്മാരാണ് അവരുടെ നാമങ്ങളെ ഉച്ചരിച്ചും കൊണ്ട് അഞ്ജലി കൂപ്പിക്കൊണ്ട് നമസ്കരിച്ചു. ആരെ? ധ്രുവൻ. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. അവരെ കണ്ട ഉടനെ ഭഗവാന്റെ കിങ്കരന്മാരെന്നറിഞ്ഞ് ഉടനെ എഴുന്നേറ്റ് നിന്നു. സംഭ്രമത്താൽ പൂജാക്രമം മറന്നുപോയി.
ഭഗവത് പാർഷദന്മാരെ എന്ന് അവരുടെ നാമധേയങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് കൈകളെ ശിരസിൽ വെച്ച് ഭൂമിയിൽ വീണ് നമസ്കരിച്ചു. 36,000 സംവത്സരം ഈ ലോകത്തെ ഏകഛത്രാധിപതിയായി രാജാവാണ് ഈ വിഷ്ണു പാർഷദന്മാരെ കണ്ടപ്പോൾ വീണ് നമസ്കരിച്ചത് എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എത്ര ആളെ നമസ്കരിക്കേണ്ടത് പ്രശ്നമില്ലേ? അപ്പോൾ 22 തം കൃഷ്ണപാദാഭിനിവിഷ്ടചേതസം ബന്ധാഞ്ജലിം പ്രശ്രയനമ്രഗന്ധരം സുനന്ദനന്ദാവുപസൃത സംസ്മിതിം പ്രത്യുച്ഛതു പുഷ്കരനാഭസമ്മതോ. എന്താ അതിന് വാക്കാർത്ഥം പറയാം? കൃഷ്ണൻ്റെ പാദങ്ങളിൽ നിവേശിപ്പിക്കപ്പെട്ട ചേതസ്സോടുകൂടിയും, ചേതനയോടുകൂടിയും ബന്ധിക്കപ്പെട്ട അഞ്ജലിയോടുകൂടിയും വിനയത്താൽ താഴ്ത്തിയിരിക്കുന്ന ഖണ്ഡത്തോടുകൂടിയും ഇരിക്കുന്ന, അതായത് തല ഖണ്ഡത്തിൽ വെച്ചിട്ടാണ് കുനിയിക്കുക അല്ലേ. അപ്പോൾ അവനെ സമീപിച്ചിട്ട് വിഷ്ണുവിന് സമ്മതന്മാരായിരിക്കുന്ന സുനന്ദനന്ദന്മാർ മന്ദഹാസത്തോടുകൂടി മറുപടി പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം തന്നെ പറഞ്ഞത്, ശ്രീകൃഷ്ണ പാദാരവിന്ദത്തിൽ മനസ്സിനെ ഉറപ്പിച്ചും അഞ്ജലീബന്ധം ചെയ്തും വിനയത്താൽ തലതാഴ്ത്തിയും നിൽക്കുന്ന ധ്രുവൻ്റെ അരികത്തു ചെന്നിട്ട് ശ്രീ പത്മനാഭസ്വാമിക്ക് സമ്മതന്മാരായിരിക്കുന്ന സുനന്ദനന്ദന്മാർ മന്ദഹാസപൂർവം മറുപടി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. സുനന്ദനന്ദാവൂചുതു, അവർ രണ്ടാളും കൂടിയിട്ടേ സംസാരിക്കുള്ളൂ. അങ്ങനെയുണ്ട്. അത് 23, 24 ഈ 2 വരി 2 ശ്ലോകങ്ങളൊപ്പം പോവും. ഭോ ഭോ രാജൻ സുഭദ്രം ദേവാചം ഉവഹിത ശൃണു യഃ പഞ്ചവർഷസ്തപസാ ഭവാൻ ദേവമതി തൃപത്. 5 വയസ്സായിരിക്കുമ്പോൾ തന്നെ 6 മാസത്തെ തപസ് കൊണ്ട് ഞങ്ങളുടെ മുതലാളി വിഷ്ണു ഭഗവാനെ സ്വാധീനിച്ച ആളാണ് അങ്ങ്, അത് മറക്കണ്ട. തസ്യാഖില ജഗദ്ധാതുരാവാം ദേവസ്യ ശാർങ്കിണ പാർഷദാവിഹ സംപ്രാപ്തോ നേതും ത്വാം ഭഗവത്പദം. അപ്പോൾ ഭോ ഭോ രാജൻ, ഹേ രാജൻ, അങ്ങയ്ക്ക് മംഗളം. ഞങ്ങളുടെ വാക്കിനെ സാവധാനമായിട്ട് കേൾക്കുക, ഒരു തിരക്കില്ല, സാവധാനം കേൾക്കണം. ഭാഗവതം പറയണത് സാവധാനമാവണം, ശ്രോതാക്കൾ കേൾക്കുന്ന രീതിയിൽ സാവധാനമായിരിക്കണം. അപ്പോൾ സാവധാനമായിട്ട് കേൾക്കുക. ഭവാൻ 5 വർഷമായിരുന്ന യാതൊരു ഭവാൻ തപസ്സുകൊണ്ട് യാതൊരു ദേവനെ തൃപ്തിപ്പെടുത്തിയോ ഞങ്ങൾ സകല ലോകസൃഷ്ടാവും ശാർഗം എന്ന വില്ല് ധരിച്ചിരിക്കുന്നവനുമായ ആ ദേവൻ്റെ കിങ്കരന്മാരാകുന്നു. അങ്ങയെ ഭഗവാന്റെ സ്ഥാനത്തെ പ്രാപിക്കുവാനായിക്കൊണ്ട് വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞയച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാർ ഇതാ തങ്കത്തേരും കൂടിയിട്ട് തങ്കരഥം ആയിട്ട് ഇവിടെ വന്നെന്നാണ്, നമുക്ക് പോവാ എന്നുള്ള അവസ്ഥയിലായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്, ഹേ രാജൻ, അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ, ഞങ്ങൾ പറയുന്നതിനെ മനസ്സിരുത്തി കേൾക്കുക. അവിടെയാണ്, ഇതാണ് അതിലെ എല്ലാറ്റിലും മനസ്സിരുത്തി കേൾക്കണം. അങ്ങ് 5 വയസ്സായിരുന്ന കാലത്തിൽ തപസ് ചെയ്ത് യാതൊരു ദേവനെ സന്തോഷിപ്പിച്ചുവോ? സകല ലോകനാഥനും ശാർംഗപാണിയുമായിരിക്കുന്ന ആ ദേവൻ്റെ പാർഷദന്മാരായ ഞങ്ങൾ 2 പേർ അങ്ങയെ ഭഗവത് സന്നിധിയെ പ്രാപിക്കുവാൻ വേണ്ടി വന്നവരാകുന്നു എന്നാണ് പറഞ്ഞത്. 25-ാമത്തെ ശ്ലോകം ഒരു 4 വരി ശ്ലോകമാണ്, ശ്രദ്ധിക്കുക. സുദുർജയം വിഷ്ണുപദം ജിതം ദ്വയാ. വിജയിക്കാൻ സാധിക്കാത്ത, എത്തപ്പെടാൻ സാധിക്കാത്ത വിഷ്ണുപദത്തെ പ്രാപിച്ച ആളാണ് അങ്ങ്. സുദുർജയം വിഷ്ണുപദം ജിതം ത്വയാ യൽസുരയോ അപ്രാപ്യ വിചക്ഷതേ പരം ആദിഷ്ടതശ്ചന്ദ്രദിവാകരാദയോ ഗ്രഹക്ഷതാരാ പരിയന്തി ദക്ഷിണം. ഇതാണ് ശ്ലോകം. ഏറ്റവും ദുർജയമായ വിഷ്ണുവിൻ്റെ സ്ഥാനം അങ്ങയാൽ ജയിക്കപ്പെട്ടു. യാതൊന്നിനെ വിദ്വാൻമാർ പ്രാപിക്കാതെ കണ്ട്, വിദ്വാൻമാരാണെങ്കിൽ കൂടി പ്രാപിക്കാതെ കണ്ട് കേവലം നോക്കുന്നു.
ചന്ദ്രൻ സൂര്യൻ മുതലായവരും ഗ്രഹങ്ങളും വൃക്ഷങ്ങളും താരകങ്ങളും വനം ചുറ്റുന്നു. ആ സ്ഥാനത്തെ അധിവസിച്ചാലും, അതായത് വൈകുണ്ഠദ്വാരത്തിൽ ആണ് അങ്ങേക്ക് സ്ഥാനം തന്നിട്ടുള്ളത്. അങ്ങോട്ട് പോവാ. അപ്പോൾ ഞാൻ അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്, അന്യന്മാരാൽ സാധിപ്പാൻ കഴിയാത്തതായ ശ്രീ വിഷ്ണുവിൻ്റെ സ്ഥാനം, അന്യന്മാരാൽ സാധിപ്പാൻ കഴിയാത്തതായ ശ്രീ വിഷ്ണുവിൻ്റെ സ്ഥാനം നിന്നാൽ സ്വാധീനമാക്കപ്പെട്ടു. അവിടെ ചെന്ന് വസിച്ചു കൊള്ളുക. സപ്തർഷികൾ ആ സ്ഥലത്താനത്തിൻ്റെ അധോഭാഗത്തിൽ വസിച്ചിട്ട് അതിനെ കേവലം നോക്കുന്നു. സപ്തർഷികൾ കൂടി ധ്രുവസ്ഥാനത്ത് നോക്കി നിൽക്കുകയാണ്. സൂര്യാദികളായ നവഗ്രഹങ്ങളും അശ്വിന്യാദികളായ അശ്വതി ഭരണി കാർത്തിക മുതലായ 27 നക്ഷത്രങ്ങളും മറ്റുള്ള താരകളും ആ സ്ഥാനത്തെ പ്രദക്ഷിണം ചെയ്ത് സഞ്ചരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കുന്ന ആ ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം നമ്മൾക്ക് ഉണ്ടാവണമെങ്കിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് കൂടെ ജീവിച്ചാൽ മാത്രമേ ആവുള്ളൂ. അതിനു വേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന സദാസമയത്തും ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.